അതുകൊണ്ട് കഴിഞ്ഞ 33 വർഷക്കാലം ഇത്തരം മഹനീയമായ കർമ്മങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന മർക്കസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു പോകുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരിയായി വ്യക്തിപരമായി സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള ഒരു പ്രേരണ എന്നിലുണ്ടായത് ബഹുമാന്യനായ AP ഉസ്താദിന്റെ സാന്നിധ്യം ഈ സദസ്സിനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും അദ്ദേഹവുമായി വ്യക്തിപരമായി ഇടപഴകാൻ മർക്കസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പോയി, കോഴിക്കോട്ട് പോയും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും വെച്ച് അദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും അദ്ദേഹത്തുമായി സംസാരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ആ സംസാരത്തിന്റെയും ആ വ്യക്തിപരമായ അടുപ്പത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു കാര്യം എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിന് അറിവ് പകർന്നു കൊടുക്കുന്നതിൽ വിദ്യാഭ്യാസ മേഖലയുടെ മഹത്വത്തിലൂടെ ആ അറിവിന്റെ എല്ലാ സാരാംശങ്ങളും ജനങ്ങളുടെ മനസ്സിലേക്ക് പകർന്നിട്ട് കൊടുക്കുന്നതിൽ ബഹുമാനായ ഉസ്താദ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അത് മാത്രമല്ല, നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒട്ടേറെ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ ബഹുമാനായ ഉസ്താദിന് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു. ധർമ്മച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഉപദേശങ്ങൾ ഈ സമൂഹത്തിന് നൽകാൻ ബഹുമാനായ ഉസ്താദിന് സാധിച്ചിട്ടുണ്ട്. ആദർശപരമായ ആശയപരമായ മൂല്യത്തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന് ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വ്യക്തമായ നിർദ്ദേശം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സമൂഹങ്ങളും സമുദായങ്ങളും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം സംഘർഷമായ അന്തരീക്ഷമുണ്ടാകുമ്പോൾ ആ സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിൽ കടന്നുയെന്ന് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ ബഹുമാനായ ഉസ്താദ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഉസ്താദ് മർക്കസിന്റെ മാത്രം ഒരു സമ്പത്തല്ല, ഉസ്താദ് ഒരു സമൂഹത്തിന്റെയോ ഒരു സമുദായത്തിന്റെയോ സമ്പത്തല്ല. ഇന്ത്യയിലെ, കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ബഹുമാനിക്കുന്ന ബഹുമാനായ AP അബ്ദുൽ ഖാദർ ഉസ്താദിനെ ഞാൻ അഭിമാനത്തോടുകൂടി പറയും. എന്റെ കൂടി ഉസ്താദ് എന്ന് പറയാനുള്ള അഭിമാനവും അതുപോലെ തന്നെ സന്തോഷവും എനിക്കുണ്ട്. ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും കാണാറുള്ളപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയാറുണ്ട്, നിങ്ങളിൽ നിന്നും ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളിൽ നിന്നും ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ആ മഹത്വം മനസ്സിലാക്കി അദ്ദേഹത്തിന് കൊടുക്കേണ്ട ബഹുമാനവും അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആദരവും അദ്ദേഹത്തിന് കൊടുക്കേണ്ട പ്രയോജനവും കൊടുക്കാൻ പലപ്പോഴും ഭരണാധികാരികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു സംശയം നിങ്ങളെപ്പോലെ പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നു, അദ്ദേഹത്തെ പോലെയുള്ള വ്യക്തികൾക്കും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്കും അറിഞ്ഞ് സഹായിക്കേണ്ട ഉത്തരവാദിത്തം രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട്, ഭരണകർത്താക്കൾക്കുണ്ട്, ഭരണകൂടത്തിനുണ്ട്. അതിൽ വീഴ്ച പറ്റിയാൽ അതിന്റെ പേരിൽ ദോഷം സംഭവിക്കുന്നത് ഉസ്താദോ അല്ലെങ്കിൽ മർക്കസോ അല്ല, നേരെ മറിച്ച് സഹായം ചെയ്തു കൊടുക്കേണ്ട വ്യക്തികളും പ്രസ്ഥാനങ്ങളുമാണ് എന്ന തിരിച്ചറിവ് വൈകിട്ടാണെങ്കിലും മനസ്സിലാക്കാൻ രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ഇന്ന് തയ്യാറായിട്ടുണ്ട് എന്നത് ഈ പ്രസ്ഥാനത്തിന്റെയും ആ മഹത് വ്യക്തിയുടെയും വലിപ്പത്തെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഒട്ടേറെ പണ്ഡിതന്മാർ ഇവിടെയുണ്ട്, ബഹുമാനായ MLA ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, 33 വർഷം കഴിഞ്ഞു, ഇതിന് വളർച്ചയുടെ പാതയിലേക്ക് പോകുന്നു. ഇവിടെ ഞാൻ ഈ മർക്കസിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഇവിടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ വളരെയേറെ ഒരു താല്പര്യത്തോടു കൂടി കേട്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ ഒരു ചെലവും ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുമൊക്കെ നമുക്കറിയാം. ഇതൊക്കെ നടന്നു പോകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഉസ്താദിന്റെ കഴിവും പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒന്നാണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രമാത്രം സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായിട്ടും ഇത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഇത്രമാത്രം ഇതിന്റെ പ്രവർത്തനത്തിൽ കഷ്ടപ്പെടേണ്ടി വന്നിട്ടും ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് വളരെയേറെ വിജയകരമായി ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉസ്താദിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു മഹിമയും അതുമൂലം ഉണ്ടാക്കാൻ കഴിഞ്ഞ സ്വാധീനവുമാണ്. ആ സ്വാധീന ശക്തിയിലൂടെ മർക്കസിനും സമൂഹത്തിനും പ്രയോജനകരമായി തുടർന്നും ഇതിന്റെ സഹായങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുപോലെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് ഇതിന്റെ സംഘാടകരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്നും മർക്കസിന്റെയും ബഹുമാനായ ഉസ്താദിന്റെയും ഒരു അഭയകാംക്ഷ എന്ന നിലയിൽ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.